ഉത്തരകൊറിയ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. അക്കാഡമി ഓഫ് ഡിഫൻസ് സയൻസിന്റെയും മിസൈൽ അഡ്മിനിസ്ട്രേഷന്റെയും മേൽനോട്ടത്തിൽ നടത്തിയ പുതിയ ആയുധ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധശേഷി മാത്രമല്ല, അതിന്റെ സാങ്കേതിക പുരോഗതിയും ഉറച്ച നിലപാടും പ്രകടമാക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. കാർബൺ ഫൈബർ ബോംബ്, ഇലക്ട്രോമാഗ്നറ്റിക് ആയുധം, ക്ലസ്റ്റർ വാർഹെഡ് എന്നിവ ഉൾപ്പെടുന്ന ഈ പരീക്ഷണങ്ങൾ ആധുനിക യുദ്ധരംഗത്ത് നിർണായകമായ സാങ്കേതിക വിദ്യകളിൽ ഉത്തരകൊറിയ കൈവരിച്ച മുന്നേറ്റത്തിന്റെ സൂചനകളാണ്. പ്രത്യേകിച്ച് കാർബൺ ഫൈബർ ബോംബ് എന്ന ആശയം തന്നെ പരമ്പരാഗത ആയുധധാരണകളെ മാറ്റിമറിക്കുന്നതാണ്. മനുഷ്യജീവനാശം സൃഷ്ടിക്കുന്നതിനു പകരം ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ, പ്രത്യേകിച്ച് വൈദ്യുതി വിതരണ സംവിധാനങ്ങളെ തകർക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വൈദ്യുതി ലൈനുകളിലും ട്രാൻസ്ഫോമറുകളിലും പടർന്നുപിടിക്കുന്ന കാർബൺ നൂൽത്തണ്ടുകൾ സിസ്റ്റം മുഴുവൻ തകരാനിടയാക്കും. ഇതിലൂടെ നേരിട്ടുള്ള